നമസ്കാരം. റഷ്യക്കെതിരെയുള്ള പോരാട്ടത്തിൽ അമേരിക്കയുടെ സഹായമില്ലാത്ത ഏറ്റവും മോശം സാഹചര്യം നേരിടാൻ യൂറോപ്പ് തയ്യാറെടുക്കണമെന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ്. ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി രഹസ്യധാരണയുണ്ടാക്കി നാറ്റോ സഖ്യത്തെ തള്ളിപ്പറഞ്ഞേക്കുമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രധാന ഭയം. അമേരിക്ക തങ്ങളെ സംരക്ഷിക്കുമെന്ന ഉറപ്പ് ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നും റഷ്യയുമായുള്ള ഗ്രാൻഡ് ബാർഗെയിനിലൂടെ ട്രംപ് യൂറോപ്പിനെ ഒറ്റിക്കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇറാനുമായുള്ള യുദ്ധം രൂക്ഷമായതോടെ യുക്രൈന് നൽകാൻ വച്ചിരുന്ന അത്യാധുനിക ആയുധങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് വകമാറ്റാൻ പെന്റഗൺ ആലോചിക്കുന്നതാണ് യൂറോപ്പിനെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത്. നാറ്റോ മുൻകൈയെടുത്ത് യുക്രൈനായി വാങ്ങിയ മിസൈലുകൾ പോലും ഇറാന്റെ ഡ്രോണുകളെയും മിസൈലുകളെയും നേരിടാൻ ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇതിനിടെ ട്രംപ് റഷ്യയ്ക്ക് മേലുള്ള ഉപരോധങ്ങളിൽ ഇളവ് വരുത്തിയത് പുടിന് വലിയ സാമ്പത്തിക നേട്ടം നൽകിയിട്ടുണ്ട്. എണ്ണ, ഗ്യാസ് വിൽപ്പനയിലൂടെ റഷ്യ പ്രതിദിനം 570 ദശലക്ഷം പൗണ്ട് സമ്പാദിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ബ്രിട്ടനുമായുള്ള അമേരിക്കയുടെ ബന്ധവും ചരിത്രത്തിൽ ഏറ്റവും വലിയ തകർച്ചയിലാണ്. ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലുകൾ അമേരിക്കയുടെ കപ്പലുമായി താരതമ്യം ചെയ്യുമ്പോൾ വെറും കളിപ്പാട്ടങ്ങൾ മാത്രമാണെന്നും ട്രംപ് പരിഹസിച്ചു. ഇറാൻ യുദ്ധത്തിൽ ബ്രിട്ടൻ സഹായിക്കുന്നില്ല എന്നാരോപിച്ചായിരുന്നു ട്രംപിന്റെ കടന്നാക്രമണം. ബ്രിട്ടന്റെ വിമാനവാഹിനി കപ്പലുകൾ യുദ്ധം കഴിഞ്ഞിട്ട് അയച്ചാൽ മതിയെന്നും തങ്ങൾക്കതിന്റെ ആവശ്യമില്ലെന്നും ട്രംപ് തുറന്നടിച്ചു. ഡിയാഗോ ഗാർഷ്യയിലെ സൈനിക താവളം ഇറാനെ ആക്രമിക്കാൻ വിട്ടു നൽകാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ വിസമ്മതിച്ചതും ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. നാറ്റോ രാജ്യങ്ങൾ ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയെ സഹായിക്കുന്നില്ലെങ്കിൽ തിരിച്ചങ്ങോട്ടും സഹായം ഉണ്ടാകില്ലെന്ന് ട്രംപ് ക്യാബിനറ്റ് യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും യൂറോപ്പിനെ സംരക്ഷിക്കാൻ കൂടെയുണ്ടായിരുന്നു, എന്നാൽ അവർ തിരിച്ചൊന്നും ചെയ്യുന്നില്ല എന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ ഒരു വലിയ സമുദ്രമുണ്ടെന്നും റഷ്യയിൽ നിന്നുള്ള ഭീഷണി അമേരിക്കയെ ബാധിക്കില്ല എന്നുമാണ് ട്രംപിന്റെ പുതിയ വാദം. ഇതോടെ റഷ്യൻ ഭീഷണി നിലനിൽക്കുന്ന കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ കടുത്ത അരക്ഷിതാവസ്ഥയിലായിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം യൂറോപ്പിന്റെ പ്രതിരോധ കവചത്തിലും വലിയ വിള്ളലുകൾ വീഴ്ത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അമേരിക്കയുടെ പിന്മാറ്റവും റഷ്യയുമായുള്ള ട്രംപിന്റെ അടുപ്പവും യൂറോപ്പിനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. നാറ്റോ സഖ്യത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നതോടെ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യുക്രൈനുള്ള ആയുധ സഹായം നിലയ്ക്കുന്നത് റഷ്യൻ അധിനിവേശത്തിന് കൂടുതൽ കരുത്തു പകരുന്നു. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പരമ്പരാഗത സഖ്യകക്ഷികളുമായുള്ള ബന്ധം വഷളായതും യൂറോപ്പിന്റെ സുരക്ഷയേക്കാൾ സ്വന്തം താൽപര്യങ്ങൾക്ക് ട്രംപ് മുൻഗണന നൽകുന്നതും വരും ദിവസങ്ങളിൽ ഭൂഖണ്ഡത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കും. ചുരുക്കത്തിൽ അമേരിക്കയുടെ സംരക്ഷണ കവചമില്ലാത്തൊരു പുതിയ യൂറോപ്പ് സ്വയം സജ്ജമാകേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് റിപ്പോർട്ട് നൽകുന്നത്. സാമ്പത്തികമായും സൈനികമായും റഷ്യ കരുത്താർജിക്കുമ്പോൾ പ്രതിരോധത്തിനായി അയൽരാജ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് അപകടമാണെന്ന് കിഴക്കൻ യൂറോപ്പ് രാജ്യങ്ങൾ തിരിച്ചറിയുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധവും അമേരിക്കയുടെ നയമാറ്റവും ചേർന്ന് യൂറോപ്പിനെ ഒരു വലിയ സുരക്ഷാ ശൂന്യതയിലേക്ക് നയിക്കുകയാണ്. ഇത് പരിഹരിക്കാൻ യൂറോപ്യൻ യൂണിയൻ അടിയന്തരമായി സ്വന്തം സൈനിക ശേഷി വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. മാത്രമല്ല, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് അഭിപ്രായങ്ങൾ നിരന്തരമായി മാറ്റുന്നുണ്ട്. മാത്രമല്ല, നാറ്റോ സഖ്യത്തിന് ട്രംപിന്റെ പല നിലപാടുകളോടും എതിർപ്പാണ്. ഇപ്പോൾ ഗ്രീൻലാൻഡ് കൈവശപ്പെടുത്താനുള്ള ട്രംപിന്റെ നീക്കം, വെനസ്വേലയിലേക്കുള്ള ട്രംപിന്റെ അധിനിവേശം, അടുത്തതായി ക്യൂബയാണ് എന്ന് പറയുന്ന ട്രംപിന്റെ പെരുമാറ്റങ്ങളൊക്കെ തന്നെ നാറ്റോ സഖ്യത്തിൽ എതിർപ്പുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നാറ്റോയിൽ മുൻപും ഗ്രീൻലാൻഡ് വിഷയവുമായി ബന്ധപ്പെട്ട് വിള്ളൽ വീണിരുന്നു. ഈ ഘട്ടത്തിലാണ് യൂറോപ്പ് സ്വയം ശക്തി ആർജിക്കേണ്ടതിന്റെ പ്രസക്തി അവർക്ക് കൂടുതൽ ആഴത്തിൽ ബോധ്യപ്പെടുന്നത്.